ദക്ഷന്റെ യാഗശാലയിലെത്തിയ സതീദേവിയെ കാത്തിരുന്നത് ഭയാനകമായ നിശബ്ദതയായിരുന്നു. അച്ഛനെ കണ്ട സന്തോഷത്തിൽ ഓടിയെത്തിയ മകളെ ദക്ഷൻ ഗൗനിച്ചതേയില്ല. സ്നേഹത്തോടെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹം മുഖം തിരിച്ചു കളഞ്ഞു. അവഗണന മാറ്റി നിർത്തിയാൽ അവിടെ കണ്ട കാഴ്ച സതിയെ ഞെട്ടിച്ചു. യാഗഭൂമിയിൽ ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവന് മാത്രം ഹവിസ് അഥവാ യാഗവിഹിതം വെച്ചിരുന്നില്ല. ഇത് ചോദ്യം ചെയ്ത സതീദേവിയെ നോക്കി ദക്ഷൻ പൊട്ടിച്ചിരിച്ചു. കൂടി നിന്ന സദസ്സിനെ സാക്ഷിയാക്കി ദക്ഷൻ ശിവനെ അങ്ങേയറ്റം നിന്ദിച്ചു സംസാരിച്ചു. ശ്മശാനവാസിയും പാമ്പുകളെ അണിഞ്ഞവരും അമംഗളകാരിയുമായ അവന് എൻ്റെ യാഗത്തിൽ സ്ഥാനമില്ല എന്ന് ദക്ഷൻ ആക്രോശിച്ചു. പ്രാണനാഥനായ ഭഗവാനെക്കുറിച്ചുള്ള നിന്ദാവാക്കുകൾ കേട്ട സതീദേവിയുടെ ഹൃദയം തകർന്നു. ഭർത്താവിൻ്റെ മുന്നറിയിപ്പുകൾ സത്യമായിരുന്നു എന്ന് ദേവി തിരിച്ചറിഞ്ഞു. അപമാനഭാരത്താൽ ദേവിയുടെ കണ്ണുകൾ ചുവന്നു. ശിവനിന്ദ കേട്ട ഈ ചെവികളും ദക്ഷനായ നിന്റെ രക്തം ഓടുന്ന ഈ ശരീരവും ഇനി എനിക്ക് വേണ്ട, ഞാനിതാ ഈ ശരീരം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് മനം നൊന്ത ദേവി അവിടെ വെച്ച് യോഗാഗ്നി ജ്വലിപ്പിച്ചു. നിമിഷനേരം കൊണ്ട് ഉള്ളിൽ നിന്ന് ആളിക്കത്തിയ അഗ്നിയിൽ സതീദേവി സ്വയം സമർപ്പിച്ചു. സതീദേവി ആത്മഹൂതി ചെയ്തു.